ഹായ് ഗൈസ്, ഞാനിപ്പോൾ നിൽക്കുന്നത് കണ്ട എൻ്റെ ബാക്കിലെ ഹോട്ടൽ അൽ ഡ്രീം. ഇത് നമ്മുടെ അത്താണിയിൽ നിന്ന് ആലുവയ്ക്ക് പോകുമ്പോൾ സർവീസ് റോഡിലാണ്. നമ്മുടെ ഓപ്പോസിറ്റ് ഭാരത് പെട്രോളിയം പമ്പ് ഉണ്ട്, അത് കാണിച്ചു തരാം. അതാണ് ഭാരത് പെട്രോളിയം പമ്പ്. അതിൻ്റെ സൈഡിൽ തന്നെ ആ കാണുന്നത് ബിവറേജ് ആണ്. അതിൻ്റെ സൈഡിലാണ് ഈ ഹോട്ടൽ അൽ ഡ്രീം. ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല തിരക്കാണ് കേട്ടോ. ഫുഡ് നല്ല ക്വാളിറ്റി ഫുഡാണ് കൊടുക്കുന്നത് ഇവിടെ. അത് കാരണം കൊണ്ട് നല്ല തിരക്കാണ്. ഒരു വൈകിട്ട് 7 മണിയാകുമ്പോഴേക്കും ഇവിടുത്തെ ഫുഡ് തീരും. അപ്പോൾ ഇവിടെ ഈ സൈഡിൽ ഫുഡ് ഉണ്ടാക്കുന്നു, ഇവിടെ ഡെലിവറി. ഇത്രയും തിരക്കുള്ളൊരു ഹോട്ടൽ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അതുകൊണ്ട് ഇത് കണ്ടപ്പോൾ ഞാനൊരു വീഡിയോ എടുക്കുന്നത് മാത്രമേ ഉള്ളൂ. ഇവിടെ കണ്ടോ, അടക്കി വെച്ചിരിക്കുക മൊത്തത്തിൽ. അപ്പുറത്ത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. നമുക്കിവിടെ ഇന്നേക്കും കണ്ടമാനം സ്പേസ് ഉണ്ടാവും അവിടെയൊക്കെ. പക്ഷേ ആൾക്കാർ കൂടുതലും പാഴ്സൽ വാങ്ങിച്ചിട്ടാണ് പോകുന്നത്. ഇവിടെ നിന്നാണ് ഡെലിവറി കൗണ്ടർ. ഉള്ളിലേക്കുള്ള വീഡിയോ എനിക്ക് ഇവിടുന്ന് എടുക്കാൻ പറ്റുന്നില്ല, നോക്കണം. ഞാൻ അപ്പുറത്തുനിന്ന് എടുക്കാൻ പറ്റുമെങ്കിൽ കാണിച്ചു തരാം. ഇവിടെ വണ്ടി പാർക്കിങ്ങിന് അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് കേട്ടോ, കണ്ടില്ലേ? എന്ന് വെച്ചാൽ ഇവിടെ എനിക്ക് ഇപ്പുറത്തെ സൈഡിൽ നിന്ന് എടുക്കാൻ പറ്റുള്ളൂ, കാരണം അവിടെ നല്ല തിരക്കാണ്. ഇവിടെ ഇങ്ങനെ ഒരു 3-4 കുഴി കുഴിച്ചിട്ട് കണ്ടോ, സെക്ഷനുകൾ കണ്ടോ. ഇതേമാതിരി 6 എണ്ണം ഇവിടെ ഉണ്ട്. ഓരോ സെക്ഷനിലും ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. കുഴിമന്തിയാണ് ഇവിടുത്തെ ഫേമസ്. അവിടെ കണ്ട എടുത്തെടുത്ത് കൊടുത്ത് വിട്ടുകൊണ്ടിരിക്കുന്നതാണ് ഇത് കാണുന്നത്. അപ്പുറത്ത് കിച്ചണാണ് കാണുന്നത്. ഇപ്പോൾ 5 സെക്ഷൻ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരെണ്ണം മാത്രമേ കാര്യമുള്ളൂ. അതപ്പോൾ ഉച്ചയായപ്പോൾ ഒരു ഫുഡ് കഴിക്കാൻ പാഴ്സൽ വാങ്ങിക്കാൻ വേണ്ടി വന്നിരിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് കണ്ടപ്പോൾ ഇതണ്ട എത്ര സെക്ഷനാണ് നോക്കി വറുത്ത് വെക്കണത്. പുകയും കൊണ്ട് രക്ഷയില്ല, എനിക്ക് നിൽക്കാൻ പറ്റില്ല ഇവിടെ. ഇവിടുത്തെ അതല്ല റേറ്റ് ഞാൻ ഇട്ടതേക്കാം, കണ്ടോ. മറ്റേത് 330-ഉം 590-ഉം ആണ് കേട്ടോ. അത് ക്ലിയർ ആവുന്നത് തിരക്കാണ്. എത്ര നേരം ഇവിടെ വെയിറ്റ് ചെയ്യേണ്ടി വരുമെന്ന് എനിക്കറിയില്ല. എന്നാലും കുറച്ച് നേരം ഇവിടെ ഞാൻ എന്തായാലും വെയിറ്റ് ചെയ്യാണ്. എൻ്റെ ടോക്കണൊക്കെ നമ്മുടെ കയ്യിലുണ്ട്. ബില്ലടച്ച് ടോക്കൺ എടുക്കണം, എന്നാലേ ഇവിടെ കാണിച്ചാലേ കിട്ടുള്ളൂ. ഉള്ളിലൊന്നും ഇരിക്കാൻ പറ്റില്ല, നല്ല പുകയാണ് ഉള്ളിൽ. ഇവിടെ 2 വീലറുകളുടെ തിരക്കൊക്കെ ഉണ്ടോ. ബിവറേജിന് ഉണ്ട് കേട്ടോ. അതാ കാണുന്നത് ബിവറേജാണ്. അപ്പുറത്തെ എൻ്റെ ഓപ്പോസിറ്റ് മറ്റേ സെൻറ്റൊക്കെ വിൽക്കുന്നൊരു ടീം ഇരിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം കൂടി നല്ല കച്ചവടം തന്നെ ഇവിടെ. അപ്പോൾ ഞാൻ ഇവിടുന്ന് കഴിക്കുകയാണ് പയ്യെ. ഫുഡൊക്കെ കിട്ടി, അപ്പോൾ ഞാൻ പോയി കഴിക്കട്ടെ. അപ്പോൾ എന്തായാലും ഇതേമാതിരിയുള്ള വീഡിയോസ് ഇനിയും നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ അതുവരേക്കും നെക്സ്റ്റ് വീഡിയോ വരുന്നവരെ ബൈ ബൈ, ടേക്ക് കെയർ. ഞാൻ ഇതിൻ്റെ കൂടെ ഒരു വീഡിയോ കൂടി ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ, അഡീഷണലായിട്ട്. ഇപ്പോൾ ഞാനിപ്പോൾ ഇങ്ങോട്ട് മാറിയ സമയത്ത് അവിടെ നിന്ന് റൈസ് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ അത് ചിക്കൻ എടുക്കുന്ന വീഡിയോ ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. പ്രോബ്ലം റൈസ് കുക്ക് എടുക്കുന്ന വീഡിയോ ആണത്. അപ്പോൾ കേസ് ഞാനിപ്പോൾ ഇതേമാതിരി ഒരു വീഡിയോ ഇപ്പോൾ ഞാൻ ആഡ് ചെയ്തതാണ് നിങ്ങൾക്കത് കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. ഞാൻ ഒരു 6-7 ഹോളുകളിൽ ഇട്ടിട്ടാണ് ഇവർ റൈസും ചിക്കനും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നല്ല ഫുഡാണ് ഇവിടുത്തെ. 7 മണി വരെ മാക്സിമം ഇവിടെ കിട്ടുള്ളൂ. അപ്പോൾ അതും കൂടി നിങ്ങൾ മനസ്സിലാക്കിയിട്ടാണ് ഇവിടെ വരാൻ വേണ്ടിയിട്ട്. ഞാൻ ലൊക്കേഷൻ ഒന്നുകൂടിയും പറയുകയാണ്. അത്താണിയിൽ നിന്ന്, നെടുമ്പാശ്ശേരി അത്താണിയിൽ നിന്ന് നമ്മുടെ ആലുവ റോഡിലോട്ട് കയറുമ്പോൾ തന്നെ ഒരു 1 കിലോമീറ്റർ കഴിയുമ്പോൾ തന്നെയാണ് ഈ ഹോട്ടൽ അൽ ഡ്രീം വരുന്നത്. അതിൻ്റെ അടുത്ത് തന്നെ ബിവറേജും ഉണ്ട്, ലാൻഡ് മാർക്കാണ്. അതിൻ്റെ ഓപ്പോസിറ്റ് ഭാരത് പെട്രോളിയം പമ്പും ഉണ്ട്. അപ്പോൾ ഓക്കെ, അടുത്ത നെക്സ്റ്റ് വീഡിയോ വരുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും ബൈ.